ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലയുടെ ചരിത്രം തിരുത്തിക്കുറിക്കാൻ ഒരു ബൃഹത് പദ്ധതി കൂടി വരികയാണ്. അസാമിലെ ബ്രഹ്മപുത്ര നദിക്ക് താഴെ രാജ്യത്തെ ആദ്യ റോഡ് റെയിൽ തുരങ്കം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ പച്ചക്കൊടി കാട്ടിയിരിക്കുന്നു. 18,662 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഈ അത്ഭുത തുരങ്കം ഗോഹ്പൂറിനെയും സുമലിഗഡിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. വെറുമൊരു തുരങ്കമല്ലിത്. ലോകത്തിലെ തന്നെ രണ്ടാമത്തെ അണ്ടർ വാട്ടർ റോഡ് റെയിൽ തുരങ്കമെന്ന സവിശേഷതയും ഈ പദ്ധതിക്കുണ്ട്. നിലവിൽ സുമലിഗഡിൽ നിന്ന് ഗോഹ്പൂറിലേക്ക് എത്താൻ ഏകദേശം 240 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കണം. കാസിരംഗ ദേശീയോദ്യാനത്തിലൂടെയുള്ള ഈ യാത്രക്ക് 6 മണിക്കൂറോളം സമയമെടുക്കും. എന്നാൽ ഈ 4 വരി ആക്സിസ് നിയന്ത്രിത ഇടനാഴി യാഥാർത്ഥ്യമാകുന്നതോടെ യാത്രാസമയം പകുതിയിലധികം കുറയും. എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെന്റ്, കൺസ്ട്രക്ഷൻ മാതൃകയിൽ നിർമ്മിക്കുന്ന ഈ പാത വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് പുതിയ ഊർജം നൽകും. ഈ പദ്ധതി ഒരു യാത്രാ സൗകര്യം മാത്രമല്ല, മറിച്ച് സാമ്പത്തിക വിപ്ലവം കൂടിയാണ്. 11 സാമ്പത്തിക കേന്ദ്രങ്ങൾ, 8 ലോജിസ്റ്റിക് നോഡുകൾ, പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ, 2 വിമാനത്താവളങ്ങൾ എന്നിവയെ ഇത് പരസ്പരം ബന്ധിപ്പിക്കുന്നു. ചരക്ക് ഗതാഗതം വേഗത്തിലാകുന്നതോടെ ലോജിസ്റ്റിക് ചെലവ് ഗണ്യമായി കുറയും. മാത്രമല്ല, അസം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വ്യാവസായിക വളർച്ചയ്ക്കും വിനോദസഞ്ചാര വികസനത്തിനും ഈ ബ്രഹ്മപുത്ര തുരങ്കം വഴിയൊരുക്കും. സാമ്പത്തിക നേട്ടങ്ങൾക്കപ്പുറം പ്രതിരോധ മേഖലയിലും ഈ തുരങ്കം നിർണായകമാവുകയാണ്. ചൈനയുമായുള്ള അതിർത്തി വെല്ലുവിളികൾ നിൽക്കെ സൈനിക നീക്കങ്ങൾ വേഗത്തിലാക്കാൻ ഇത് സഹായിക്കും. അടുത്തിടെ വടക്കുകിഴക്കൻ മേഖലയിലെ ആദ്യത്തെ എമർജൻസി ലാൻഡിംഗ് ഫീൽഡിൽ C-130J വിമാനമിറക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരുത്തു തെളിയിച്ചിരുന്നു. അടിയന്തര ഘട്ടങ്ങളിൽ യുദ്ധവിമാനങ്ങൾക്കും ചരക്ക് വിമാനങ്ങൾക്കും ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ മേഖലയെ കേന്ദ്രം മാറ്റിയെടുക്കുന്നത്. വികസനവും സുരക്ഷയും ഒരുപോലെ ഉറപ്പാക്കുന്ന ഈ പദ്ധതി ഇന്ത്യയുടെ അഭിമാനമായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.